ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തക്കാളി ഇട്ട പാവയ്ക്കത്തീയൽ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു. ചൂടായപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണയും നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് പാവയ്ക്ക ഇട്ടു. പാവയ്ക്ക രണ്ടായി മുറിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. തീരെ പൊടിയായിട്ട് അരിയണ്ട കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. പാവയ്ക്ക ഒന്ന് ലൈറ്റായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഉള്ളി, ഒരു 4 പച്ചമുളക് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി ചെറുതായിട്ട് അരിയണ്ട, വലിപ്പം കൂടിയ ചുവന്ന ഉള്ളിയാണെങ്കിൽ 2ആയിട്ട് മുറിച്ചിടാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോട്ട് സാരില്ല. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. അതും ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തക്കാളി വെന്ത് നന്നായിട്ട് അതിലേക്ക് യോജിച്ച് കിട്ടും. പിന്നെ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടികളിടാം. അപ്പോൾ പൊടികൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി. ഇത് എല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം മാറുന്ന വരെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് കുറുകി ഇരിക്കുന്നതാണ് നമുക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മൾ കറി കുറുകി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഉപ്പ് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് ലേശം ഉലുവ, പിന്നെ കടുക്, 2 വറ്റൽമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇത്രയാണ് നമ്മൾ കടുക് താളിക്കുന്നത്. അതിനുശേഷം നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, തക്കാളി ഇട്ട പാവയ്ക്ക തീയൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.